ലോകം അതിൻ്റെ രൂപം മാറിക്കൊണ്ടിരുന്നാലും ഈ ശിവ അഗ്നിഭക്തർ അതേ രൂപത്തിൽ തന്നെ തുടരുമെന്ന് പറയപ്പെടുന്നു. ഇവരുടെ അതിവിശിഷ്ടവും പുരാതനവുമായ ഒരു വലിയ ചടങ്ങാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവുമില്ലാതെ ആരെങ്കിലും ഇവരെ പ്രകോപിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ അവരുടെ ദേഷ്യം ഭയങ്കരമായിരിക്കും. സ്വാമിജി, അഘോരി किधर है? अघोरी धारा घाट पे है, यहाँ से 5-6 किलोमीटर पड़ेगा. 5-6 किलोमीटर. അഘോരികൾ, നാഗസാധുക്കൾ. മഹാകുംഭമേളയിലെ അതിവിശിഷ്ടമായ രണ്ട് വ്യത്യസ്തമായ സന്യാസി വിഭാഗങ്ങളാണ് ഇവർ. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം 5-6 കിലോമീറ്ററോളം ദൂരം അങ്ങോട്ടേക്ക് നടക്കാനുണ്ട്. അവർ താമസിക്കുന്നത് വിവിധതരം ടെന്റുകളിലാണ്. ആ സ്വാമിജി പറഞ്ഞ പ്രകാരം ഏകദേശം 5-6 കിലോമീറ്റർ നടന്നപ്പോഴേക്കും അതിവിശിഷ്ടമായ നാഗസാധുക്കളുടെ ഒരു ചടങ്ങ് ഞാൻ കാണാനിടയായി. സ്വാഭാവിക മനുഷ്യരിൽ നിന്നും അകന്ന് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന സന്യാസി വിഭാഗങ്ങളാണിവർ. എന്നാൽ ഇവർ ആരെയും ഉപദ്രവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഒരു കാരണവുമില്ലാതെ ആരെങ്കിലും ഇവരെ പ്രകോപിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ അവരുടെ ദേഷ്യം ഭയങ്കരമായിരിക്കും. ലോകം അതിൻ്റെ രൂപം മാറിക്കൊണ്ടിരുന്നാലും ഈ ശിവ അഗ്നിഭക്തർ അതേ രൂപത്തിൽ തന്നെ തുടരുമെന്ന് പറയപ്പെടുന്നു. ഇവരുടെ അതിവിശിഷ്ടവും പുരാതനവുമായ ഒരു വലിയ ചടങ്ങാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ പല കോണിൽ നിന്നും ഈ ഒരു കാഴ്ച പകർത്താനായിട്ട് ആളുകൾ എത്തിയിട്ടുണ്ട്. ഇവർ കൂടുതലായും ജീവിക്കുന്നത് വളരെയധികം തണുപ്പുള്ള സ്ഥലങ്ങളായതിനാൽ നാഗസാധുക്കൾ ജലദോഷത്തെ നേരിടാൻ സഹായിക്കുന്ന 3 തരം യോഗകൾ അനുഷ്ഠിക്കുന്നുണ്ട്. അവർ ചിന്തകളിലും ഭക്ഷണശീലങ്ങളിലും സംയമനം പാലിക്കുന്നുണ്ട്. നാഗസാധുക്കൾ ഒരു സൈനിക വിഭാഗമാണ്. അവർ ഒരു സൈനിക റെജിമെന്റ് പോലെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അവർ ത്രിശൂലം, വാൾ, ശംഖ്, ചില്ലം എന്നിവ ഉപയോഗിച്ച് തങ്ങളുടെ സൈനിക പദവി പ്രദർശിപ്പിക്കുന്നു. കുംഭമേളയിലാണ് ഈ സന്യാസിമാരെ കൂടുതലായി ഒത്തൊരുമിച്ച് കാണാറുള്ളത്. കുംഭമേളയിലെ നാഗസാധുക്കളെ കുറിച്ച് വലിയ കൗതുകമാണ്, പ്രത്യേകിച്ച് വിദേശ വിനോദസഞ്ചാരികൾക്ക്. വസ്ത്രം ധരിക്കാത്തതിനാൽ ശിവഭക്തരെ നാഗസാധു ദിഗംബര എന്നും വിളിക്കുന്നുണ്ട്. അതായത് അത്യാവശ്യം മാത്രമുള്ള വസ്ത്രം. വസ്ത്രത്തിന്റെ പേരിൽ ദേഹമാസകലം ധുനിയുടെ ചിതാഭസ്മം പുരട്ടിയ ഈ സാധുക്കൾ കുംഭമേളയിലെ രാജസ്നാന വേളയിൽ മാത്രമാണ് ഭക്തർക്ക് മുന്നിൽ പരസ്യമായി എത്തുന്നത്. പൊതുവെ അവർ മാധ്യമങ്ങളോട് അകലം പാലിക്കുന്നവരാണ്. इनको सबको दर्शन नहीं कराए जाते, वो तो बनाए जाते हैं, ये तो अभी तो पुलिस बची है. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ആൾദൈവങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമാണ്. പ്രത്യേകിച്ച് ഇവർക്ക് ദൈവത്തിനേക്കാൾ പ്രാധാന്യമുള്ള സ്ഥലങ്ങളുണ്ട്. ഇവരൊന്ന് കാണാനും ഇവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങാനും നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ നിയമപാലകർക്കും ഗവൺമെന്റിനും ഇവരെ വളരെയധികം ബഹുമാനമാണ്. सबने आज रिक्शा लिया ऐसा है, सबने आज रिक्शा लिया ऐसा है. कैसा हम लोग हिंदी बोलो, हिंदी बोल रहा हूँ. मुंडन संस्कार हो गया वही. हाँ, मुंडन में अभी होगा, मुंडन में भी होगा. നാഗസാധുക്കളെ കുറിച്ച് ഒരു ചരിത്രമുണ്ട്. ഇന്ത്യൻ സനാതന ധർമ്മത്തിന്റെ
ഇന്നത്തെ രൂപത്തിന് അടിത്തറയിട്ടത് ആദിഗുരു ശങ്കരാചാര്യയാണ്. ഇന്ത്യൻ പൊതുജനാഭിപ്രായത്തിൻ്റെ അവസ്ഥയും ദിശയും അത്ര മെച്ചമല്ലാതിരുന്ന BC 5-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജനിച്ചത്. ഇന്ത്യയുടെ സമ്പത്തിൽ ആകൃഷ്ടരായ നിരവധി അധിനിവേശക്കാർ ഇവിടെ വന്നിരുന്നു. ചിലർ ആ നിധി തിരികെ കൊണ്ടുപോയി. ചിലർ ഇന്ത്യയുടെ ദിവ്യപ്രഭയിൽ ആകൃഷ്ടരായി ഇവിടെ താമസമാക്കി. എന്നാൽ മൊത്തത്തിൽ സാധാരണ സമാധാനവും ക്രമവും തകർന്നു. ദൈവം, മതം, ദൈവശാസ്ത്രം, യുക്തി, ആയുധങ്ങൾ, ദേവഗ്രന്ഥങ്ങൾ എന്നിവ എല്ലാത്തരം വെല്ലുവിളികളും നേരിട്ടു. അത്തരമൊരു സാഹചര്യത്തിൽ സനാതന ധർമ്മം സ്ഥാപിക്കാൻ ശങ്കരാചാര്യർ നിരവധി നടപടികൾ സ്വീകരിച്ചു. അതിലൊന്നാണ് രാജ്യത്തിൻ്റെ 4 കോണുകളിൽ 4 പീഠങ്ങൾ നിർമ്മിക്കുക എന്നത്. ഗോവർദ്ധൻ പീഠം, ശാരദാപീഠം, ദ്വാരകാപീഠം, ജ്യോതിർമഠപീഠം എന്നിവയായിരുന്നു അവ. നാഗാസാധുക്കൾ പൊതുവെ ആയുധകലകളിൽ അഭ്യസ്ത വിദ്യരാണ്. ആശ്രമങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും സ്വത്ത് കൊള്ളയടിക്കുകയും ഭക്തരെ പീഡിപ്പിക്കുകയും ചെയ്യുന്നവരെ നേരിടാൻ സനാതനധർമ്മത്തിന്റെ വിവിധ വിഭാഗങ്ങളുടെ സായുധ ശാഖകളായി അകാരകൾ സ്ഥാപിക്കാൻ ആദിഗുരു തുടക്കമിട്ടു. സാമൂഹ്യ പ്രക്ഷുബ്ധതയുടെ ആ കാലഘട്ടത്തിൽ ഈ വെല്ലുവിളികളെ നേരിടാൻ ആത്മീയ ശക്തി മാത്രം പോരെയെന്ന് ആദിഗുരുവിന് തോന്നി തുടങ്ങി. യുവസാധുക്കൾ വ്യായാമം ചെയ്ത് ശരീരത്തെ ശക്തിപ്പെടുത്തണമെന്നും ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ പ്രാവീണ്യം നേടണമെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. കുംഭമേളയിലുള്ള ഏറ്റവും പ്രധാന ആകർഷണം എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണം എന്ന് പറയുന്നത് എവിടെ പോയാലും ഫ്രീ ആണെന്നുള്ളതാണ്. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഭക്ഷണം എവിടെ പോയാലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതിന് ഒരുപാട് മഠങ്ങളുടെയും സ്വാമിജിമാരുടെയും ആഭിമുഖ്യത്തിൽ ഫ്രീ ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയ ഭക്ഷണം എന്ന് പറയുന്നത് ചോറും പയറുകറിയും അതുപോലെ തന്നെ 2 ചപ്പാത്തിയാണ് കേട്ടോ.